തസവുഫ് സമ്മേളനത്തിൽ ജോറായി പ്രസംഗിക്കാൻ വന്ന ആൾക്ക് ഒരു വലിയിന്റെ ലഖബലവ് പോലും അറിയുന്നില്ല. ഇന്നലെ ഞാൻ തസവുഫ് സമ്മേളനം ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോ റിഫായി ശൈഖിനെ സംബന്ധിച്ച് പറയാണ്. റിഫായി ശൈഖിന് നമ്മളൊക്കെ പറയുന്നൊരു പേരില്ലേ, അബുൽ അലമൈൻ. ആ പേര് ഇയാൾ വായിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അബുൽ ഇൽമൈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുരുവട്ടൂരികൾ മശായിഖന്മാരുടെ നിർദ്ദേശപ്രകാരമല്ലാതെ സംസാരിക്കുകയില്ല. അവർ വെറും മൈക്കകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു പിഴവും സംഭവിക്കുകയില്ല എന്നൊക്കെ എല്ലാ സ്റ്റേജുകളിലും വിടുവായിത്തം പറയുന്നവരാണ്. എന്നാൽ ഇപ്പോൾ നേരത്തെ മുകളിൽ നിങ്ങൾ കേട്ടല്ലോ, മഹാനായ ശൈഖ് റിഫായി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് ഒരുപാട് ലഖബുകളുണ്ട്. അതിൽ ഒരു ലഖബാണ് അബുൽ ഇൽമൈൻ, അതുപോലെ അബുൽ അലമൈൻ, അതുപോലെ അബുൽ അർജ. ഇങ്ങനെ ഒരുപാട് ലഖബുകളുണ്ട്. എന്നാൽ ഈ കുരുവട്ടൂരി കാട്ടുവളപ്പിൽ നൗഷാദ് ആകെ കേട്ടത് അബുൽ അലമൈൻ എന്ന് മാത്രമാണ്. മഹാനായ ഇമാം റാഫി റഹ്മത്തുള്ളാഹി അലൈഹി അവര് ശൈഖ് റിഫായി തങ്ങളെ സംബന്ധിച്ച് ഒരു കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് സവാദുൽ ഐനൈൻ ഫി മനാഖിബി അബുൽ ഇൽമൈൻ. ആ കിതാബിൽ മഹാനവർകൾ അഗാധ പാണ്ഡിത്യത്തിന്റെ ഉടമയായിരുന്നു, ഏത് വിഷയത്തിലും വലിയ അറിവുള്ളവരായിരുന്നു അവർ എന്നൊക്കെ പറഞ്ഞിട്ട് മഹാനായ ഇമാം റാഫി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഒരു ദിവസം മഹാനായ അബൂ സക്കരിയ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ട ശൈഖ് റിഫായി തങ്ങളുടെ അരികിലിരിക്കുമ്പോ ഒരു കൂട്ടം ആളുകള് മഹാനായ റിഫായി തങ്ങൾക്ക് ചുറ്റും ഇരിക്കുന്നു. അവരിങ്ങനെ ഒരുപാട് മസലകൾ ചോദിക്കുന്നു. ഇൽമു തഫ്സീറിനെ പറ്റി ചോദിക്കുന്നു, ഇൽമുൽ ഫിഖ്ഹ് ചോദിക്കുന്നു, ഉസൂലുൽ ഇൽമ് ചോദിക്കുന്നു. ഇങ്ങനെ എല്ലാ വിഷയങ്ങളും മഹാനവർകളോട് ചോദിക്കുന്നു. 200-ലധികം ചോദ്യങ്ങൾ ചോദിക്കുന്നു. മുഖഭാവത്തിന് യാതൊരു പകർച്ചയുമില്ലാതെ എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായ മറുപടി മഹാനായ ശൈഖ് റിഫായി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ മഹാനവർകളെ സംബന്ധിച്ച് അബുൽ ഇൽമൈൻ എന്ന് വിളിക്കാറുണ്ട്. മഹാനായ അവിടുത്തെ ശൈഖ് അബുൽ ഫദ്ലുൽ വാസിത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് ലഖബായിട്ട് അബുൽ ഇൽമൈൻ എന്ന് പേര് വെച്ചിരുന്നു എന്നൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കു വെക്കാൻ ശൈഖുൽ ജലീൽ അബുൽ ഫദ്ൽ അലി എന്ന ശൈഖ് ആയിരുന്നു മുഹദ്ദിസ വാസിത. വാസിത എന്ന് പറയുന്ന സ്ഥലത്തുള്ള മുഹദ്ദിസ് ആയിരുന്നു. ആ സ്ഥലത്തുള്ള ശൈഖും ആയിരുന്നു. ഖദ് അജാസൽ ഇമാമ അഹ്മദ് റിഫായി, മഹാനവർകൾ അഹ്മദ് റിഫായി എന്നവർക്ക് ഇജാസത്ത് കൊടുത്തു. ഏത് ഫിൽ 20 മിൻ ഉമരിഹി, അന്ന് ശൈഖ് റിഫായി തങ്ങൾക്ക് 20 വയസ്സാണുള്ളത്. ഇജാസത്തൻ ആമ്മത്തൻ ബികുല്ലി ഉലൂമി ശരീഅത്തി വത്വരീഖ. കണ്ടില്ലേ, ശരീഅത്തിന്റെയും ത്വരീഖത്തിന്റെയും മുഴുവൻ ഇൽമുകളെ കൊണ്ടുമുള്ള ആമ്മായ ഇജാസത്ത് അവിടുത്തെ ശൈഖാകുന്ന അബുൽ ഫദ്ലുൽ വാസിത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഇജാസത്ത് നൽകി. എന്നിട്ട് പറയുന്നു വഅഅലമ സഅന വലഖബഹു ബി അബിൽ ഇൽമൈൻ ഐ അല്ലാഹിരി വൽ ബാത്തിനി. കണ്ടില്ലേ, മഹാനായ അബുൽ ഫദ്ലുൽ വാസിത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശൈഖാണ്. അവര് ശൈഖ് റിഫായി തങ്ങൾക്ക് ലഖബ് വെക്കുന്നു, സ്ഥാനപ്പേര് നൽകുന്നു ബി അബിൽ ഇൽമൈൻ. ഏതാ രണ്ട് ഇൽമ്? ഐ അല്ലാഹിരി വൽ ബാത്തിനി, ലാഹിറായ ബാത്തിനായ രണ്ട് ഇൽമ്. അത് അബുൽ ഇൽമൈൻ എന്നതുകൊണ്ട് സ്ഥാനപ്പേര് വെക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സ്ഥാനപ്പേര് വെച്ചത്? ലിമാ അഫാദല്ലാഹു അലൈഹി മിൻ ഉലൂമിൻ കസീറത്തിൻ, മഹാനവർകൾക്ക് അല്ലാഹു തആല ധാരാളം ഇൽമുകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടത്തേക്ക് അബുൽ ഇൽമൈൻ എന്ന് സ്ഥാനപ്പേര് അവിടുത്തെ ശൈഖാകുന്ന അബുൽ ഫദ്ലുൽ വാസിത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നൽകുന്നു. തസവൂഫിന്റെ ഇൽമും ശരീഅത്തിന്റെ ഇൽമും രണ്ടും മഹാനവർകളിൽ നിന്ന് പഠിച്ചെടുത്തത് കൊണ്ട് മഹാനവർകൾ തന്നെ അവർക്ക് സ്ഥാനപ്പേര് നൽകുകയാണ് അബുൽ ഇൽമൈൻ. നിങ്ങൾ നോക്കി, ഇനി താരീഖിന്റെ ഏത് കിതാബ് എടുത്തു നോക്കിയാലും അഹ്മദുൽ കബീർ റിഫായി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ സംബന്ധിച്ച് അബുൽ ഇൽമൈൻ എന്ന് രേഖപ്പെടുത്തിയടത്ത് കാണാം ഐ അല്ലാഹിരി വൽ ബാത്തിനി. ചില സ്ഥലങ്ങളിൽ കാണാം ഇൽമി തസവൂഫി വ ഇൽമി ശരീഅത്തി. ഇങ്ങനെ ധാരാളം വ്യാഖ്യാനങ്ങൾ അതിന് കൊടുത്തത് കാണാം. അപ്പൊ അവിടെ അബുൽ ഇൽമൈൻ എന്ന് മഹാനവർകൾക്ക് ലഖബലമുണ്ട്. ആ ലഖബ് കൊടുത്തത് അവിടുത്തെ ശൈഖാകുന്ന അബുൽ ഫദ്ലുൽ വാസിത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണ്. ഇനി നോക്ക് മറ്റൊരു കിതാബിൽ അബിൽ മുറാദ് ബി അബിൽ ഇൽമൈൻ. അബുൽ ഇൽമൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇൽമുൽ അസ്റാരി ഫി ലിംനി തസവൂഫി, തസവൂഫിന്റെ ലിംനിലായിട്ടുള്ള ഇൽമുൽ അസ്റാർ. വ ഇൽമുൽ ലാഹിരി ഫി ലിംനിൽ ഫിഖ്ഹി, ഫിഖ്ഹിന്റെ ലിംനിലായിട്ടുള്ള
ഇൽമുൽ ലാഹിർ എന്ന് പറഞ്ഞാൽ ഇൽമുൽ ശരീഅത്തും ഇൽമുൽ ത്വരീഖത്തും. എന്താ അങ്ങനെ പേര് വെക്കാൻ കാരണം? ലിഅന്നഹു കാന മിൻ അകാബിരി ഫുഖഹാഇ ശാഫിഇയ്യ, മഹാനവർകൾ ശാഫി ഫുഖഹാക്കളിൽ ഏറ്റവും പ്രമുഖരിൽപ്പെട്ടവരായിരുന്നു. ഫസാറ ഹുവ ജാമിഅൻ ബൈനൽ ലാഹിരി വഹുവ ഇൽമുൽ ഫിഖ് വൽ ബാത്തിനി വഹുവ ഇൽമുൽ തസവ്വുഫ്. കേട്ടോ, അപ്പൊ മഹാനവർകൾ ഇൽമുൽ തസവ്വുഫിനെയും ഇൽമുൽ ഫിഖിനെയും രണ്ടിനെയും ഒരുമിച്ച് കൂട്ടിയവരായതുകൊണ്ട് മഹാനവർകൾക്ക് അബുൽ ഇൽമൈൻ എന്ന് ലഖബ് ലഭിച്ചു. ഇനി നോക്ക് അതിന്റെ ബാക്കി. അബുൽ മുറാദ് ബി അബുൽ ഇൽമൈൻ ബി ഉലൂമിൻ നഫ്സി വ ഉലൂമിൽ ഖൽബി. ആണോ, നഫ്സിന്റെ ഇൽമുകളെ കൊണ്ടും ഖൽബിന്റെ ഇൽമുകളെ കൊണ്ടും, അത് രണ്ടുകൊണ്ടും മഹാനവർകൾ അറിയുന്ന ആളായതുകൊണ്ട് അബുൽ ഇൽമൈൻ എന്ന് മഹാനവർകൾക്ക് പേര് വെക്കപ്പെട്ടു. ഇനിയും ധാരാളം കിതാബുകളിൽ അബുൽ ഇൽമൈൻ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി ഇവിടെ വായിക്കുന്നില്ല. അതേസമയം ഈ കാട്ടുവളപ്പിൽ നൗഷാദ് മെശായിഖന്മാരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശമാണ് എന്ന് പറഞ്ഞ് ഇപ്പോ നേരത്തെ മുകളിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? വായിച്ചത് തെറ്റിയതാണ് എന്നായി സാധു മനസ്സിലാക്കിയത്. അവിടെ ശൈഖ് റിഫായി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഇൽമുമായി ബന്ധപ്പെട്ട് സവാദുൽ ഐനൈനിൽ മഹാനായ റാഫി ഇമാം കൊണ്ടുവന്ന വിഷയമാണ് ബഹുമാനപ്പെട്ട സഅദി ഉസ്താദ് അവിടെ വായിക്കുന്നത്. അത് വായിക്കുമ്പോൾ തന്നെ മഹാനായ ശൈഖ് റിഫായി തങ്ങൾക്ക് 20-ാമത്തെ വയസ്സിൽ അവിടുത്തെ ശൈഖാകുന്ന അബുൽ ഫദലുൽ വാസിത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് ഇൽമു ശരീഅത്തിന്റെയും ഇൽമുൽ ഹഖീഖത്തിന്റെയും എല്ലാ ഇൽമുകളെ കൊണ്ടുമുള്ള ഇജാസത്ത് നൽകുകയും എന്നിട്ട് മഹാനവർകൾക്ക് അബുൽ ഇൽമൈൻ എന്ന് സ്ഥാനപ്പേര് നൽകുകയും ചെയ്തു എന്ന് വരെ സയ്യിദ് ഉസ്താദ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ഇൽമുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോഴാണ് ആ അബുൽ ഇൽമൈൻ എന്നവിടെ പറഞ്ഞത്. അതേസമയം മഹാനായ ശൈഖ് റിഫായി തങ്ങൾക്ക് അബുൽ അലമൈൻ എന്ന ലഖബുണ്ട്. അതില്ല എന്ന് ആരും പറയുന്നില്ല. അത് മാത്രമേ ഉള്ളൂ എന്നാണ് ഈ സാധു മനസ്സിലാക്കിയത്. കിതാബ് നോക്കണ്ടേ? കിതാബ് തിരിയൂലെങ്കിൽ തിരിയുന്ന ആളുകളുടെ അടുക്കൽ പോയി അതും നോക്കണ്ടേ? ഇനി മാത്രമല്ല, കുരുവട്ടൂരികളെ സംബന്ധിച്ചിടത്തോളം കിതാബിലുണ്ടായിട്ടും കാര്യമില്ലല്ലോ. കാരണം മെശായിഖന്മാരെ ഹദ്റത്തിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെതിരിൽ ഏത് കിതാബിലുണ്ടായിട്ടും കാര്യമില്ലാന്ന്. കിതാബൊക്കെ വലിച്ചെറിയണം എന്നല്ലേ നൗഷാദ് പറയാറുള്ളത്. അപ്പൊ പിന്നെ കിതാബിലുള്ളത് കണ്ടിട്ടും കാര്യമില്ല. ഏതൊക്കെയോ ശൈത്താന്മാര് സാധുവിനെ പറഞ്ഞു പറ്റിച്ചടാ. എത്ര കിതാബുകളിൽ ശൈഖ് റിഫായി തങ്ങൾക്ക് അബുൽ ഇൽമൈൻ എന്ന ലഖബിനെ സംബന്ധിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അബുൽ അലമൈനി മാത്രല്ല, അതിനെ സംബന്ധിച്ചും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അബുൽ ഇൽമൈൻ എന്ന് പറഞ്ഞതിനെ പരിഹസിച്ചുകൊണ്ട് പറയുന്ന വാചകം ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. വലിയ ഇവരാണ് ആര്? അതിബാഉൽ ഖുലൂബ്. ഒന്ന് കേട്ടു നോക്കുങ്ങൾ ഇന്നത്തെ പ്രസംഗം. അങ്ങനെ ഇതെന്താ അബുൽ ഇൽമൈൻ എന്നാണ് പേര്. ഈ അബുൽ ഇൽമൈൻ എന്നുള്ള പേര് ആര് കൊടുത്തതാണ്? അവിടുത്തെ ഷെയ്ഖുണ്ട്, ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ഷെയ്ഖ് അബുൽ ഫളിൽ അലിയുൽ വാസുത്തി എന്നുള്ളവരാണ് അവരുടെ പ്രധാന ഷെയ്ഖ്. അവിടുത്തെ ഖാലുണ്ട്, അമ്മാവൻ. അപ്പൊ അവിടുത്തെ ഷെയ്ഖ് കൊടുത്ത പ്രധാന പേരാണ് അബുൽ ഇൽമൈൻ. എന്ത് ഇൽമൈൻ? എന്താ റിഫായി ഷെയ്ഖിന്റെ സ്ഥാനപ്പേര്? അബുൽ അലമൈൻ. എന്തേ മൗലവി അവിടെ വെച്ച് നിർത്തിയത്? എന്തായാലും ബാക്കി കേൾപ്പിക്കാതിരുന്നത്? അവിടെ വളരെ കൃത്യമായി വായിക്കുന്നുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് ഞാൻ അതിന്റെ പൂർണ്ണ ഭാഗം ഇതിന്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഏതായാലും മൂപ്പര് ചോദിച്ച അബുൽ ഇൽമൈൻ, എന്നിട്ട് മൂപ്പര് ഒരു കളിയാക്കല്. എന്താ ചങ്ങായെ, ഇതൊന്നും പഠിച്ചിട്ടില്ലേ? എന്നിട്ട് അബുൽ അലമൈൻ എന്ന് പറഞ്ഞ അവിടെ നിർത്തുക. അബുൽ അലമൈൻ ഉണ്ട്, അതുപോലെ അബുൽ ഇൽമൈനി ഉണ്ട്. കിതാബ് നോക്കി അതൊക്കെ കാണാൻ പറ്റും. ഒരു വസ്തുവും പഠിച്ചില്ല. എന്നിട്ട് ഞാൻ തന്നെയാണ് വലിയ ആള്, എനിക്ക് തന്നെ എല്ലാം തിരിയുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ജാഹിലീങ്ങള്. എന്താ ചെയ്യാ? ഇങ്ങനെ ഒരു മനുഷ്യൻ അധപ്പതിച്ചു പോയാൽ എന്ത് ചെയ്യും? ചുരുക്കി പറഞ്ഞാൽ മഹാനായ ശൈഖ് റിഫായി തങ്ങളെ സംബന്ധിച്ച് അവർക്ക് ലഖബായിട്ട് അബുൽ അലമൈനി എന്നും അബുൽ ഇൽമൈനി എന്നും അതോടൊപ്പം തന്നെ അബുൽ അർജാ, ഇങ്ങനെ പല ലഖബുകളും ഉണ്ട്. അപ്പൊ അബുൽ അലമൈൻ എന്ന് മാത്രമേ ഉള്ളൂ. അബുൽ ഇൽമൈൻ എന്ന് വായിച്ചത് തെറ്റിയതാണ് എന്ന് കുരുവട്ടൂരികൾ മനസ്സിലാക്കിയത് പച്ച പൊട്ട പോയത്തമാണ്. ഏതോ ശൈത്താന്മാര് പറ്റിച്ചതാണ് എന്നേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഏതായാലും ബഹുമാനപ്പെട്ട സഅദി ഉസ്താദ് ശൈഖ് റിഫായി തങ്ങളുടെ ഇൽമിനെ സംബന്ധിച്ച് പറഞ്ഞ ആ ഒരു ഭാഗം കൂടി കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ഹദ്റത്തിൽ ഒരിക്കൽ വലിയൊരു സംഘം ആളുകൾ ഇമാം റാഫി റളിയല്ലാഹു അൻഹു തന്നെ രേഖപ്പെടുത്തും. ഞാനത് വായിക്കാം. സവാദുൽ ഐനയിലുള്ള ഇബാറത്താണ്. അഖ്ബറനി അൽ ഫഖീഹുൽ ആലിമുൽ കബീർ ബിജയ്യത്തു സാലിഹീൻ, ബഹുമാനപ്പെട്ട അബൂ ദക്കരിയ റഹിമഹുല്ലാ, അവര് എന്നോട് പറഞ്ഞു, കുൻതു ഫി ഉമ്മി ഉബൈദ,
അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ ദർസ് നടത്തുന്ന, പ്രഭാഷണം നടത്തുന്ന, അവിടുത്തെ പ്രവർത്തന ഗോധയായി തെരഞ്ഞെടുത്ത സ്ഥലമാണ് ഉമ്മു ഉബൈദ. ഞാൻ ഒരിക്കൽ അവിടെ സന്ദർശിച്ചു. ഇന്ദ സയ്യിദ് അഹമ്മദ് റിഫായി വഹൗലഹു മിനദ് ദായിരീന അക്സറു മിൻ 100,000 ഇൻസാൻ. 1,00,000-ലധികം ആളുകൾ അവരുടെ സദസ്സിൽ അപ്പോഴുണ്ട്. 1,00,000-ലധികം ആളുകൾ ആ സദസ്സിൽ അപ്പോഴുണ്ട്. മിൻഹുമുൽ ഉമറാ, വലിയ ഉമറാക്കളുണ്ട്, വൽ ഉലമാ, ഉലമാക്കളുണ്ട്, വൽ ശുയൂഖു വൽ ആമ്മത്തു വഖദ് ഇഹ്തഫല ബിഇത്ആമിഹിം. അവരെയൊക്കെ മഹാനവറുകൾ സ്വീകരിച്ചിട്ട് വകാന യസ്അദുൽ കുർസിയ ബഅദൽ ളുഹർ. അവരൊക്കെ ഇങ്ങനെ സ്വീകരിച്ച് ഇരുത്തിയതിനു ശേഷം ഒക്കെ ഖാദിമാണല്ലോ, എല്ലാവരും പിടിച്ചിരുത്തുകയാണ്, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുകയാണ്, സ്വന്തം കൈ കൊണ്ട് തന്നെ ഒക്കെ കൊടുക്കുകയാണ്. അതെ, ബിഇത്ആമിഹിം ഇങ്ങനെ കൊടുത്തിട്ട് വകാന യസ്അദുൽ കുർസിയ ബഅദൽ ളുഹർ. പിന്നെ നോക്കുമ്പം വേല് പറഞ്ഞ ആൾ നോക്കുമ്പോൾ ആരെന്നെയാണ്? അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ തന്നെയാണ് സ്റ്റേജിലാണ് പിന്നെ കാണുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ എന്നെ പറ്റിയാണ്. ഏത് നമ്മള് വേല് പറയുന്നവരായിരിക്കും, ബെഞ്ച് പിടിച്ചാൽ നമ്മളെ കിട്ടൂല. എന്നെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നോട്ടീസ് ഒട്ടിക്ക് അത് എന്നെ കിട്ടൂല, അത് എന്നെ കിട്ടൂല. ഞാൻ വേല് വന്ന് സ്റ്റേജൊക്കെ റെഡിയാക്കി ഞാൻ വേല് പറയും. ഞാൻ എന്നെ പറയുന്നത് അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ അവിടെ ദിവസവും വരുന്നവരെ മുഴുവനും സ്വീകരിക്കുകയാണ്. സ്വീകരിച്ച് 1,00,000-ലധികം ആളുകളെ സ്വീകരിച്ചിട്ട് അവസാനം വേല് നോക്കുമ്പോൾ മഹാനവറുകൾ പറയാണ്, ഞാൻ നോക്കുമ്പോൾ വക്കാന യസ്അദുൽ കുർസിയ ബഅദൽ ളുഹരി ഫഈലുൻ നാസ്, മൂപ്പര് തന്നെയാണ് സ്റ്റേജിലുള്ളത്. പിന്നെ ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കുകയാണ്. വന്നാസ്, ജനങ്ങൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി ഔലഹു ചുറ്റുഭാഗത്ത് നിൽക്കുകയാണ്. അന്ന് മൈക്കില്ല. 1,00,000-ലധികം ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും മൂപ്പര് പ്രസംഗിച്ചാൽ കേട്ടിരുന്നു. അത് വലിയ കറാമത്താണ്. അതും ചരിത്രത്തിൽ കാണാം. മൂപ്പര് ശബ്ദിച്ചാൽ മുഴുവൻ. അതുകൊണ്ടാണ് ഇബ്രാഹിമിയത്ത് എത്തിച്ച തസവുഫിന്റെ മക്കാമിലുള്ള മഹാനാണ്. ഇബ്രാഹിമിയത്ത് പറഞ്ഞ അദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് പറഞ്ഞല്ലോ. മക്കയിൽ വെച്ച് ഹജ്ജിന് വിളിക്കാൻ പറഞ്ഞപ്പോൾ ആരാ കേൾക്കുക വെച്ചല്ലേ? കേൾപ്പിച്ചല്ലോ ഉള്ളൂ. ആ ഇബ്രാഹിമിയത്ത് ആ കദമിലുള്ള ആളാണ് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു എന്ന് ഈ ഇതേ കിതാബിൽ സവാദുൽ ഐനൈനിൽ ഇമാം റാഫി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ 1,00,000 ആളുകൾക്ക് ഇങ്ങനെ പ്രസംഗിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പ്രസംഗിച്ചപ്പോൾ അവിടെ നിന്ന് ആ സദസ്സിൽ ആരാളുള്ളത്? ഫി മജ്ലിസിഹി വുആദു വാസിത, വാസിത പ്രദേശത്തുള്ള മുഴുവൻ വാഹിലിയങ്ങളുണ്ട്. വജമ്മുൻ കസീറുൻ മിൻ ഉലമാഇൽ ഇറാഖി, ഇറാഖിലുള്ള പണ്ഡിതന്മാർ ധാരാളമുണ്ട്. വഅകാബിറുൽ ഖൗമി, വലിയ തസവുഫിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന മഹാന്മാരുണ്ട്. അങ്ങനെ ഫബാദറുൽ ഖൗം, വലിയ വലിയ പണ്ഡിതന്മാർ ഇങ്ങനെ ബിഅസ്അരത്തിൻ ചോദിക്കുകയാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് റിഫായി തങ്ങളോട്. മിന തഫ്സീർ, ചിലർ ആയത്തിന്റെ തഫ്സീർ ചോദിക്കുന്നു. വആഖറൂന ബിഅസ്അലത്തി മിനൽ ഹദീസ്, ചിലർ ഹദീസിന്റെ താൽപര്യങ്ങൾ ചോദിക്കുന്നു. വജമാഅത്തു മിനൽ ഫിഖ്, ചിലർ കർമ്മശാസ്ത്ര സംബന്ധിയായ മസല ചോദിക്കുന്നു. വജമാഅത്തു മിനൽ ഉസൂൽ, ചിലർ ഉസൂലുദ്ദീനാണ് ചോദിക്കുന്നത്. ഉസൂലുൽ ഫിഖ് ഉണ്ട്, അതുപോലെ തന്നെ ഉസൂലുദ്ദീനിൽപ്പെട്ട അഖായിദിന്റെ ഉസൂലുകൾ ചോദിക്കുന്നുണ്ട്. വജമാഅത്തു മിൻ ഉലൂമിൻ ഉഖ്റ, അങ്ങനെ വ്യത്യസ്ത ഫന്നുകളെ സംബന്ധിച്ചുള്ള തുരുതുരാൻ ചോദ്യങ്ങൾ. ഫഅജാബ അലാ 200 സുആലിൻ, 200-ലധികം ചോദ്യങ്ങൾക്ക് നിന്ന നിൽപ്പിൽ മിൻ ഉലൂമിൻ ശത്ത, വ്യത്യസ്തമായ ഫന്നുകളിലുള്ള വിജ്ഞാനങ്ങളിലുള്ള ചോദ്യങ്ങൾക്ക് മഹാനവറുകൾ ഉത്തരം കൊടുക്കുന്നു. വലം യതഗയ്യർ ഹാലുഹു ഹാലൽ ജവാബ്, ഉത്തരം പറയുമ്പോൾ ചോദ്യം കേൾക്കുമ്പോൾ അവസ്ഥ ഒന്നും മാറുന്നില്ല, ചോദ്യം കേൾക്കുമ്പോൾ പതറുന്നില്ല, നിന്ന നിൽപ്പിൽ അങ്ങനെ. ഇതെന്താ ഇതിനകത്ത് പറയാം? അബുൽ ഇൽമൈൻ എന്നാണ് പേര്. ഈ അബുൽ ഇൽമൈൻ എന്നുള്ള പേര് ആര് കൊടുത്തതാണ്? അവിടുത്തെ ഷെയ്ഖുണ്ട് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ഷെയ്ഖ് അബുൽ ഫളിൽ അലിയുൽ വാസുത്തി എന്നുള്ളവരാണ് അവരുടെ പ്രധാന ഷെയ്ഖ്. അവിടുത്തെ ഖാലുണ്ട്, അമ്മാവനുണ്ട് മൻസൂറുൽ ബത്തായി എന്ന് പറയുന്ന, അവരും ഷെയ്ഖാണ്. ഉപ്പ 7ാമത്തെ വയസ്സിൽ വഫാത്തായിട്ടുണ്ട്. 7ാം വയസ്സിൽ വഫാത്തായപ്പോ അമ്മാവനാണ് അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതനും ആത്മീയ രംഗത്തെ വലിയ ജ്യോതിസുമായിരുന്നു ബഹുമാനപ്പെട്ട മൻസൂറുൽ ബത്തായി. അവരാണ് ആദ്യം തർബിയത്ത് നടത്തിയിരുന്നത്, ഇൽമു പഠിപ്പിച്ചിരുന്നത്. പിന്നെ അമ്മാവൻ അബുൽ ഫളിൽ അലിയുൽ വാസിത്തി എന്നുള്ളവർ, അവർ മുഹദ്ദിസായിരുന്നു, ഫഖീഹായിരുന്നു, മുഫസ്സിറായിരുന്നു, എല്ലാ ജ്ഞാനങ്ങളിലും വലിയ ഷെയ്ഖായ ആളായിരുന്നു. അങ്ങനെ 20ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ട അബുൽ ഫളിൽ വാസിത്തി അവർക്ക് ഇജാദത്ത് കൊടുത്തു. ഇജാദത്തൻ ആമ്മത്തൻ ബികുല്ലി ഉലൂമി ശരീഅത്തി വത്വരീഖ വൽ ഹഖീഖ, ശരീഅത്തിന്റെയും ത്വരീഖത്തിന്റെയും ഹഖീഖത്തിന്റെയും ഇൽമിൽ ഇജാദത്ത് കൊടുത്തു. ആര്? തന്റെ ഷെയ്ഖ്. വലക്കബഹു ബി അബിൽ ഇൽമൈൻ, അങ്ങനെ മഹാനവറുകളാൽ ലക്കബലം വിളിച്ചത് അബുൽ ഇൽമൈൻ. നമ്മളുണ്ടല്ലോ വലിയ വലിയ മഹത്തുക്കൾക്ക് നമ്മൾ ലക്കബലം കൊടുക്കും, ചിലർ അതിനെ പരിഹസിക്കുന്നത് കാണാം. ഇതൊക്കെ മഹാന്മാരുടെ ഒരു റൂട്ടാണത്. അങ്ങനെ അബുൽ ഇൽമൈൻ എന്ന് പറയുന്ന പേര് വിട്ടയിൽ ലാഹിരി വൽബാത്തിന നേരത്തെ പറഞ്ഞു. അതുകൊണ്ടാണ് അവിടെ നിന്ന് എല്ലാ ഇൽമിലും അവഗാഹമുള്ളവരായിരിക്കും ഗൗസുൽ ആലം, കുത്തുബുൽ അക്ബർ എന്ന് പറയുന്നവര്. എല്ലാറ്റിനും മറുപടി കൊടുത്തു. ബിലാ തകല്ലുഫിൻ, ഒരു പ്രയാസമില്ലാതെ മറുപടി കൊടുത്തു. 200 സുആൽ. എന്നിട്ട് പറയുകയാണ് ഫഅഖദത്നി അൽ ഹിറത്തു, ശൈഖ് അബൂ സക്കരിയ എന്നവർ പറയാൻ, ഞാൻ ഇതൊക്കെ കണ്ടപ്പോ എനിക്കൊരു ബേജാറ്. ഫകുന്തു, ഞാൻ എണീറ്റു. വഖുൽതു, പറഞ്ഞു, അമാ കഫാകും ഹാദാ, ചോദ്യം മതിയായില്ലേ? വല്ലാഹി ലൗ സഅൽതുമുഹു അൻ കുല്ലി ഇൽമിൻ ദുവ്വിനാ ലഅജാബകും ബിഇദ്നില്ലാഹി ബിലാ തകല്ലുഫിൻ. നിങ്ങൾ എന്ത് ചോദിച്ചാലും മഹാനവറുകൾ മറുപടി പറയും, അതോട് നിർത്തുകയല്ലേ എന്ന് സദസ്സിനെ നോക്കിയിട്ട് ബഹുമാനപ്പെട്ട ശൈഖ് അബൂ സക്കരിയ പറഞ്ഞപ്പോ ഫതബസ്സമ, മഹാനവറുകൾ ആളുകൾ ചോദിക്കട്ടെ, അവിടുത്തെ കരുണയാണ്. ദഉഹും അബാ സക്കരിയ യസ്അലൂനി ഖബല അൻ യഫ്തദൂനി, ഞാൻ മരിക്കണതിന്റെ മുന്നേ അവർക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിക്കട്ടെ, ആവശ്യങ്ങൾ വീടട്ടെ, എന്റെ പ്രയാസമില്ല. നിന്ന നിൽപ്പിൽ 200 ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ട് നിർത്തില്ല എന്ന് കണ്ടു നിൽക്കുന്നവർ പറഞ്ഞപ്പോ വേണ്ട, അവർ ചോദിക്കട്ടെ. ഈ നിലക്ക് ഇത് പറഞ്ഞിട്ട്